നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റാരുടെയല്ല, അച്ചായൻ. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസിന്റെ ഒരു മാരേജ് വീഡിയോ ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ കല്യാണത്തിന് കുറച്ച് ഭാഗങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾക്കും അച്ചായൻ ആരാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഈ അച്ചായൻ എന്ന് പറയുന്നത് ആരാണ്, എന്തുകൊണ്ടാണ് ഇവരുടെ ഈ കല്യാണം ഇത്രയ്ക്കും വൈറലായത്, എന്തുകൊണ്ടാണ് കൂടുതൽ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇവരുടെ കമന്റ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എല്ലാ ഭാഗത്തു നിന്നുള്ളത്. കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും അച്ചായൻ ആരാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ അച്ചായൻ എന്ന് പറയുന്നത് തൊപ്പിയുടെ ഫ്രണ്ടായിട്ട് വരും. തൊപ്പിക്ക് അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഈ അച്ചായൻ എന്ന് പറയുന്നത്. തൊപ്പിയുടെ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലും അച്ചായനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. അതിലൂടെയാണ് കൂടുതൽ പേർക്കും അച്ചായനെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇത്ര വൈറലാവാനും എന്തുകൊണ്ടാണ് ഇത്ര നെഗറ്റീവ് കമന്റ്സ് ഇവർക്ക് വരാനും ഉള്ള കാരണം നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഞാൻ അച്ചായൻ എന്ന വ്യക്തിനെ ഞാൻ അറിയുന്നത് ഫാസ്മിന സക്കീറുമായിട്ടുള്ള ഒരു ഇഷ്യൂ, അതായത് മറ്റൊന്നുമല്ല, ഒരു മാസം മുമ്പ് അച്ചായന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ക്യാഷിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേരോട് ഹെൽപ്പ് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തൊപ്പി വന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അച്ചായൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്, ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ കെട്ടിവെക്കണം, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞ് GPay നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞതല്ലേ, അച്ചായൻ്റെ അമ്മച്ചി കുറേ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറ്റുന്നവരെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എല്ലാവരും ഒന്ന് സഹായിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഫാസ്മിന സക്കീറും അച്ചായനും നല്ല പരിചയമാണ്. തൊപ്പിയുടെ പഴയ കാമുകിയാണല്ലോ ഈ ഫാസ്മിന സക്കീർ. അപ്പൊ അവര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തിലാണ്. ഒരു സിസ്റ്ററിനെ പോലെയാണ് ഫാസ്മിന സക്കീറിനെ അച്ചായൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ചായന്റെ ഒരു അമ്മയ്ക്ക് വയ്യാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും ഫാസ്മിന സക്കീർ ഒന്നും അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് തന്റെ അമ്മയ്ക്ക് വയ്യാതെ ആയിട്ട് പോലും ഫാസ്മിന സക്കീർ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ അച്ചായന്റെ അക്കൗണ്ടിൽ തന്നെ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവത്തിനെ കുറിച്ച്, ആ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയുന്നത് അങ്ങനെയാണ് അച്ചായൻ. അതിനുശേഷം വന്നൊരു വിഷയമായിരുന്നു എക്സ് കാമുകിയുടെ, പഴയ കാമുകിയുടെ കൂടെയുള്ള ഒരു, അതായത് അവരുടെ ഒരു പിക്ക് കൊടുക്കുക, അതായത് അവരുടെ സ്വകാര്യ നിമിഷത്തിൽ എടുത്ത ഒരു ഫോട്ടോ ആണ് അച്ചായന്റെ ബർത്ത്ഡേ ദിവസം വന്ന ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഫോട്ടോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഏത് തരത്തിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അച്ചായൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ആ ഒരു ലേഡി യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ജീവിതം തകർക്കാനായിട്ടാണ് ഇങ്ങനൊരു ഫോട്ടോ അച്ചായൻ പോസ്റ്റ് ചെയ്തത്. ഇത് അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊന്ന് പോസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് ആ ലേഡി വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഇഷ്യൂവും കുറച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കുറച്ച് പേർക്ക് അച്ഛനെ പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം നടക്കുന്നത്, അമ്മയ്ക്ക് സുഖമില്ലാത്ത വിഷയം നടന്നത് ഒരു മാസം മുമ്പും അതുപോലെ തന്നെ 10-15 ദിവസമേ ആയിട്ടുള്ളൂ. ആ ഒരു പഴയ കാമുകിയുടെ ഫോട്ടോ ഇട്ടിട്ടും സങ്കടപ്പെടുന്ന ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമ്പോൾ ആ ഒരു സങ്കടം ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് വന്ന് ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ പഴയ കാമുകിയുമായിട്ടുള്ള റിലേഷൻസ് ബ്രേക്ക് ആയിട്ട്. അപ്പോഴേക്കും വേറൊരു കല്യാണം, അതും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഒരു കല്യാണം വീഡിയോ പോസ്റ്റ് ചെയ്യുകയൊക്കെ കണ്ടപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഞെട്ടി. ഓക്കെ, അറിയുന്നവരും ഞെട്ടി. അതുപോലെ തന്നെ സംഭവങ്ങൾ വൈറലായപ്പോഴത്തേക്കും കൂടുതൽ പേർക്ക് അറിയാത്തവരും ഈ അച്ചായനെ അറിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ആൾ മൊത്തത്തിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആണ് ഇവരുടെ ഒരു കല്യാണ വീഡിയോന്റെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അമ്മനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആള് ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ ഒരു 2-3 വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് 1 രൂപ മുതൽ 100 രൂപ വരെ അയച്ചു കൊടുത്തവരും 5000, 10,000 കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കമന്റിൽ വന്ന് ചോദിക്കുന്നത്, അന്ന് അമ്മയുടെ ചികിത്സയ്ക്ക് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ ആൾ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ, അമ്മനെ സഹായിക്കാനാണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള അമ്മേൻ്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കി കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് കമന്റ്സിലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൂടാതെ ഇവർ തന്നെ ഈ ഒരു കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, BMW വീടിന്റെ ഫ്രണ്ടിൽ BMW വെച്ചിട്ട് അവർ മൂന്നാറിലേക്ക് ഹണിമൂൺ പോവുകയാണെന്നാണ് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ക്യാപ്ഷൻ കണ്ടാൽ എല്ലാവരും വിചാരിക്കുക ഇവരുടെ വണ്ടിയിൽ ഇവർ മൂന്നാർ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ BMW വാങ്ങാൻ അച്ചായൻ എവിടെ നിന്നാണ് ക്യാഷ്? അപ്പോൾ ഈ അമ്മൻ്റെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ ക്യാഷ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയത് ഈ BMW വാങ്ങാനും ഹണിമൂൺ പോകാനും ഇവർക്ക് ജോളി അടിക്കാനായിരുന്നോ? അപ്പോൾ ആ ഒരു പൈസ വെച്ച് നാട്ടുകാരനെ പറ്റിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കിയതാണെന്നുള്ള രീതിയിലാണ് ആളുകൾ കമന്റ്സിൽ വന്ന് ചോദിക്കുന്നത്. അവര് ഓരോരുത്തരും ക്യാഷ് കൊടുത്തവരാണ് വന്ന് ചോദിക്കുന്നുണ്ടാവുക അല്ലേ? കാരണം അവര്
ഈ ഒരു സങ്കടം, മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കി, ഒരു അമ്മയ്ക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കി അവരെ സഹായിച്ചവരാണ്. അവർക്ക് പെട്ടെന്ന് ആളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുമ്പോൾ, അന്ന് 1 രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ BMW അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂൺ പോവാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ പേരിൽ അവർ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് തിരിച്ച് മറുപടി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ അച്ചായനുമുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചായൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന മീഡിയയിലേക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു പെൺകുട്ടി കുറച്ച് ദിവസം മുമ്പാണ് കാമുകി ഇട്ടിട്ട് പോയത്. അപ്പോഴേക്കും ഈ ഒരു പെൺകുട്ടീനെ എവിടെ നിന്ന് കിട്ടി, എന്താണ് സംഭവം, എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊന്നുമല്ല, അമ്മേൻ്റെ ചികിത്സ കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മേനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹോം നേഴ്സ് എന്ന രീതിയിലാണ് ആള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അച്ചായൻ ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അവർ പരിചയപ്പെടും, കാര്യങ്ങളും കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കും. പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നാണ് ആള് പറയുന്നത്. പിന്നെ അമ്മയ്ക്കും പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ തമ്മിലും സംസാരിച്ച് ഇങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ, ആ ഒരു വീഡിയോ സംസാരിച്ചതിൻ്റെയൊക്കെ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. അമ്മ എന്നിട്ട് എന്നോട് പറയും, ഭക്ഷണം എടുത്ത് കൊടുക്ക്, കഴിക്കുന്നുണ്ടോ നോക്ക് എന്നൊക്കെ എന്നോട് പറയും. ഞാനപ്പം ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറയും. പിന്നെ ഞാൻ വലിച്ചു കൊണ്ടിരുത്തി. അപ്പൊ അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾക്ക് ഇത് സംസാരിക്കാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചത്, ഈ ലവർ ഇല്ലാത്തതിന്റെ പ്രശ്നത്തിനാണ് നിങ്ങൾ ഇത്രയും പാടുപെടണമെങ്കിൽ എന്നാ പിന്നെ എന്നെ അങ്ങനെ കണ്ടുകൂടെന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്റെ വെള്ളം ഇറങ്ങി അടിച്ചതൊക്കെ ഇറങ്ങി പോയി. ഞാൻ ചോദിച്ചു, ഇയാൾ സീരിയസ് ആയിട്ട് പറയാൻ പറഞ്ഞു. അതെ. അപ്പോൾ അതേ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അവളുടെ വീട്ടിൽ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ചുമ്മാ ഒരു സമാധാനിപ്പിക്കലുണ്ടല്ലോ, ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കലാണെന്ന് കരുതി അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ചോദ്യം, പിന്നത്തെ ആൻസറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രേമിച്ച് നടക്കാനും താല്പര്യമില്ല, കാര്യം കിട്ടിയ പണി നല്ല ഡീസന്റ് ആയിട്ട് കിട്ടിയതാണ്. നാളെ കെട്ടാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചേക്കുവാ. അല്ല, ഈ ഇത്ര ധൃതി വെക്കാൻ കാരണം എന്താ? കല്യാണം നാളെ തന്നെ വേണമെന്ന് പറയാൻ കാരണം എന്താ? അച്ഛൻ കൈവിട്ട് പോകരുത് ഒരു ലക്ഷ്യം കൊണ്ടാണോ? അതേപോലെ നടക്കരുതല്ലോ ഇതിലൂടെ. നാളെ നന്നാക്കി എടുക്കുന്ന ഒരു തീരുമാനം കൂടെ വന്ന് വീട്ടിൽ എന്താ പറഞ്ഞത്? ഓക്കെ പറഞ്ഞു, അവരെല്ലാം വന്നിരുന്നു ഇവിടെ. പിന്നെ കൂടാതെ എല്ലാവരും ചോദിച്ചു അമ്മനെ സഹായിക്കാനെന്ന് പറഞ്ഞ ക്യാഷിന് എന്തിന് ചിലവാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് തീർച്ചയായും ആ ഒരു കണക്കും കാര്യങ്ങളും നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിന് പൈസ കൊടുത്തവർക്കും കാണിക്കേണ്ട ഉത്തരവാദിത്വം അച്ചായനുണ്ട്. അപ്പോൾ അച്ചായൻ കഴിഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഈ ക്യാഷ് എത്ര രൂപ ചിലവായി, ഇനി എത്ര രൂപ അടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളും അച്ചായൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഞാനിവിടെ കൊടുക്കാം. ഇതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പറയുന്നത് 15 ദിവസത്തേക്ക് മാത്രം കഴിക്കുന്ന ഒരു ഗുളികയുടെ വിലയാണ് 15,500 രൂപ. 15,500 രൂപയാണ് ഈ മെഡിസിന്റെ വില. നോക്ക്, ഇത് രാവിലെ വൈകുന്നേരം 15 ദിവസത്തേക്കാണ് 15,500 രൂപ. പിന്നെ ഇതിന്റെ ഒരു പ്രോട്ടീൻ പൗഡർ കൂടി ഉണ്ട്, അതിന് കൂട്ടുമ്പോൾ 16,600 രൂപ. ഇതേപോലത്തെ ഒരുപാട് പിന്നെ 9 മരുന്നുകൾ വേറെ ഉണ്ട്. അതിനൊക്കെ വില ഈ 10,000 ഇല്ലെന്നുള്ള 7,000 8,000 അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളെല്ലാം ഈ സാധനം ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. അതിന്റെ എഫക്റ്റാണ് നമുക്ക് ഉള്ളത്. പിന്നത്തെ മരുന്നുകൾ കൃത്യമായിട്ടും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ആരും ഒരു സഹായത്തിനും ഇപ്പം ഇല്ല, ഞാൻ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് കമന്റ് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, പിന്നെ എക്സ്പെഷ്യലി ആശുപത്രിയിൽ എനിക്ക് കാശ് വേണോ എന്നൊക്കെ ഒത്തിരി ഓടി ചോദിക്കുന്നുണ്ട് എന്നോട്. ബ്രോ, ഇതാണ് ആശുപത്രിക്കാർ ആസ്റ്റർ മെഡിസിറ്റി എനിക്ക് അയച്ചേക്കുന്ന ലെറ്റർ. കാര്യം അവർക്ക് ഞാൻ 4,57,592 രൂപ കൊടുക്കാമെന്ന് പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. ബാലൻസ് എമൗണ്ട് നമ്മുടെ ഉണ്ടായിരുന്നു കൊടുത്തിട്ട് പോകും. അപ്പോൾ ഈ 4,57,000 രൂപ കൊടുത്ത് വേണ്ടിയിട്ടാണ് എനിക്ക് ഫൈനൽ ബില്ല് അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ അച്ചായൻ ആരാണെന്നും എന്താണെന്നും എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇത്ര വൈറൽ ആവാനുള്ള കാരണങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും.